നിലമ്പൂരുകാർ ആർക്കൊപ്പം എന്നുള്ളത് ഇന്ന് അവർ പോളിംഗ് ബൂത്തിലെത്തി വോട്ടായി രേഖപ്പെടുത്തും. നമുക്കിപ്പം അമൽ തേനമ്പറമ്പിൽ കൂടി ചേരുന്നുണ്ട്. അമൽ, രാഗിൻ പറയുകയായിരുന്നു, രാഗിൻ സംസാരിക്കുമ്പോഴൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ മഴയൊക്കെ കാര്യമാക്കാതെ തന്നെ ആളുകൾ രാവിലെ തന്നെ എത്തി തുടങ്ങുന്നുണ്ട്. രാവിലെ തങ്ങളുടെ പണി കഴിഞ്ഞ് പോകാമല്ലോ, വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിലമ്പൂരുകാർക്ക് ആവേശം ഒട്ടും തന്നെ ചോർന്നിട്ടില്ല. അവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമൽ നിൽക്കുന്ന ഇടത്ത് എങ്ങനെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ? ജലക്ഷ്മി, ഞാൻ നിൽക്കുന്നത് വെട്ടിക്കുന്ന് LP സ്കൂളിലാണ്. ഇവിടെ മോക്ക് പോളിംഗ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം തന്നെ വോട്ടിംഗ് തുടങ്ങും. എന്തായാലും പോളിംഗ് ഏജന്റുമാരും മറ്റുമൊക്കെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ആര്യാടൻ ചൗക്കത്ത് വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു പോളിംഗ് ബൂത്താണിത്. നല്ല മഴയുണ്ട്. രാഗി നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴ ഒരു പ്രശ്നമാകുമോ എന്നൊരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഈ പോളിംഗ് ശതമാനം ഈ മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 71% കുറയുന്നതാണ് കണ്ടത്. പിന്നീടുള്ള കഴിഞ്ഞ ഈ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുണ്ട്, പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായൊരു കുറവ് ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിരുന്നു. 2024 71% ഉണ്ടായിരുന്നത് നേരെ കുത്തനെ ഇടിഞ്ഞ് 61% മാറിയതാണ് കണ്ടത്. അപ്പോൾ ആ ഒരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഇനിയിപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ആരെ ബാധിക്കുമെന്നൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ വിദേശത്തുള്ള ആളുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് നിലമ്പൂർ. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിരവധി ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. പല ആളുകളും ഇവിടെ ഇല്ല. അതിനാൽ തന്നെ പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവുണ്ടാകും എന്നുള്ളത് മുന്നണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ കേഡർ വോട്ടുകൾ പരമാവധി ചെയ്യിക്കുക എന്നുള്ളതാണ് UDF-ന്റെയും അതോടൊപ്പം തന്നെ LDF-ന്റെയും അൻവറിനൊപ്പം നിൽക്കുന്ന ആളുകളുടെയും ഒക്കെ ഒരു ശ്രമം എന്ന് പറയുന്നത്. രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങണം. ഈ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ്. അത് മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി എത്തുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് രാവിലെ മഴയുണ്ടായെങ്കിലും പേമാരി ഉണ്ടായെങ്കിലും നിങ്ങൾ രാവിലെ തന്നെ വോട്ട് ചെയ്യണം. ഉച്ചവരെ കാത്തിരിക്കാൻ നിൽക്കരുത്, ഉച്ച കഴിയാൻ കാത്തു നിൽക്കാൻ നിൽക്കരുത്, രാവിലെ തന്നെ പരമാവധി വോട്ടുകൾ ചെയ്യണം എന്നുള്ളതാണ് നേതാക്കന്മാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തകരെ അല്ലെങ്കിൽ വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും മുന്നണികൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രാവിലെ സമയത്ത് ഇപ്പോൾ രാഗിനൊക്കെ നിൽക്കുന്ന സ്ഥലത്തും ഷിനോജ് നിൽക്കുന്ന സ്ഥലത്തുമൊക്കെ വോട്ട് ചെയ്യാൻ ഒരാളെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന വെട്ടിക്കുത്ത് LP സ്കൂളിൽ ഒരാൾ പോലും ഇതുവരെയും വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. ഇവിടെ 2 ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ സാധാരണ നിലയിൽ അത്യാവശ്യം പോളിംഗ് ഉള്ള ഒരു ബൂത്താണ്. പക്ഷേ ഇതിപ്പോൾ രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ട്. മാത്രമല്ല വലിയ തിരക്കൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലായിരിക്കാം ഒരുപക്ഷെ ആളുകൾ എത്തി തുടങ്ങാത്തത്. അല്പസമയത്തിനകം തന്നെ വോട്ടർമാർ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ.